പ്രിയപ്പെട്ട നമസ്കാരം, മനാഫാണ്. അപ്പോൾ നമ്മുടെ 53ാമത്തെ എപ്പിസോഡിൽ ഒരു 10 എപ്പിസോഡ് അഡീഷണൽ ആയിട്ട് ഞാൻ അങ്ങ് ഇടുകയാണ്. കാര്യം ഇനി എപ്പോഴും എപ്പിസോഡ് പറഞ്ഞു പോകാൻ വയ്യാത്തതിൻ്റെ പേരിൽ ജസ്റ്റ് എഴുതി ഇടത്തേ ഉള്ളൂ. ഇതിനെ തുടർന്നുള്ള വീഡിയോ തീർച്ചയായിട്ടും സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ സിനിമയെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, സിനിമയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തീർച്ചയായിട്ടും ഇതിനെ തുടർന്നുള്ള ഒരു 10 എപ്പിസോഡ് നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. കാരണം നമ്മുടെ സിനിമയെക്കുറിച്ചിട്ടുള്ള അറിവുകൾ തൊട്ടടുത്ത സുഹൃത്തുക്കൾക്കോ അയൽഭാഗത്തോ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്കൂളിലോ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തിലോ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ മുക്കിന് തുടങ്ങിയിരിക്കുന്ന കുറേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറച്ചൊക്കെ നല്ലതാണെങ്കിലും കുറച്ചൊക്കെ ആൾക്കാർ ഫേക്കാണ്. നിങ്ങളുടെ പൈസകൾ അടിച്ചെടുക്കാൻ വേണ്ടി അവരൊരു ഉപജീവന മാർഗമാക്കി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അറിവുകൾ പരിമിതമാണ്. കുറച്ച് അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ടെങ്കിലും അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാര്യം ഓരോ ദിവസം ഫിലിം ചേംബറിലെ പൈസകൾ മാറ്റും, റൂൾസ് ആൻഡ് കണ്ടീഷൻസ് മാറും, ക്യാമറ റെസൊല്യൂഷൻ മാറും, അല്ലെങ്കിൽ ക്യാമറ മാറും, അതേപോലെ തന്നെ സ്റ്റോറി എഴുതുന്ന അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇനി ഞാനായിട്ട് പറയുന്നില്ല, ഞാൻ റിസർച്ച്, അതായത് ഗൂഗിളിനോട് തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഗൂഗിൾ എന്ത് പറയുന്നു എന്ന് വെച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഒരു 10 എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റിംഗ് മുതൽ, അതായത് കഥ എഴുതുന്നിടം മുതൽ ഏകദേശം ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൈ കൊടുക്കുന്നിടം വരെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തൊട്ടടുത്ത എപ്പിസോഡായിട്ട് ഓരോ വിഷയം ഓരോ എപ്പിസോഡിലായിരിക്കും. അങ്ങനെ ഒരു 10 എപ്പിസോഡിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഈ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നല്ല ലൈറ്റ് വേണം, അതിന് കറണ്ട് ചാർജ് ചിലവുണ്ട്. അതേപോലെ തന്നെ കുത്തിയിരുന്ന് എനിക്ക് സംസാരിക്കുമ്പോൾ വെച്ച് ബ്രീത്തിങ്ങിന് പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം സ്ഥിരം കാണുന്നവരാണെങ്കിലും. അപ്പോൾ വളരെ ചെറിയൊരു മൊബൈലിൽ ഞാനത് കുത്തിയിരുന്ന് ഓരോ എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് അത് ഗൂഗിളിനോട് ചോദിച്ച് ഒരുപാട് മെനക്കെട്ടിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ടാകും, കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഒരു 100%-ൽ ഒരു 90%-ഉം തീർച്ചയായിട്ടും ഗൂഗിൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. അറിവ് എന്ന് പറയുന്നത് പലയിടത്തു നിന്ന് നമ്മൾ തേടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒറിജിനലായിട്ടൊരു സംഗതി കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എൻ്റെ സബ്സ്ക്രൈബർ മിക്കവാറും സിനിമയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന അറിവുകൾ ഞാനത് ഓക്കെ റൈറ്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ തരികയല്ല, നേരെ നമുക്ക് ഗൂഗിളിൻ്റെ അടിക്ക് ഒന്നും കൂടെ ചോദിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് അറിവ് നേടാൻ സാധിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മാക്സിമം മറക്കാതെ വെറുതെ എങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടുക. കമൻറ്റുകൾ കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. കാര്യം സിനിമ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് മാത്രമുള്ളൊരു കേസ് കെട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ആസ്വദിക്കാൻ എല്ലാവരും ഓക്കെയാണ്, പക്ഷേ അത് പാചകം ചെയ്യാൻ വളരെ തുച്ഛമായ ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് വലുതായിട്ട് സപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും കൂടെ ഒരു പ്രോത്സാഹനത്തിന് തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത്, നമ്മളൊരു കഥ എഴുതുന്നതിന് മുൻപ് തന്നെ നമ്മൾ 2 കാര്യം മനസ്സിലാക്കണം. അതായത് നമ്പർ 1, നമ്മളൊരു കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥയെ വെട്ടിച്ചുരുക്കാതെ ഒരു സെൻസർ ചെയ്യുമ്പോൾ ആ സെൻസറിനകത്ത് എന്തൊക്കെ ഭാഗങ്ങൾ വെട്ടിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ അതാദ്യമാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് തിരക്കഥ എഴുതാൻ ഇരിക്കേണ്ടത്. ഒരു റൈറ്ററെ സംബന്ധിച്ച് പറയുക. അപ്പോൾ എൻ്റെ മനസ്സിലൊരു കഥയുണ്ടെങ്കിൽ ആ കഥയെ സ്റ്റോറിയാക്കി സെൻസർ ചെയ്യുന്നത് എന്നപ്പോൾ അതിൻ്റെ കഷ്ടപ്പെട്ട് ചെയ്ത ഷൂട്ടുകൾ വെട്ടിക്കളഞ്ഞു, പൈസ പോയി, ആർട്ടിസ്റ്റുകൾ ഗൾഫിൽ കയറിപ്പോയി, അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ലാസ്റ്റ് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ അത്രയും തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്, ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സെൻസറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, അത് നിങ്ങളുടെ കഥയെ ബാധിക്കരുത്. അത് കട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ സിനിമയ്ക്ക് ഒരു കോട്ടവും വരരുത്. ആ രീതിയിലായിരിക്കും നിങ്ങൾ സ്റ്റോർ ചെയ്തേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് തന്നെ സ്റ്റോറിയിലേക്ക് ആദ്യം പോകാം, പിന്നെയും അങ്ങോട്ട് പോകാം സെൻസറിലേക്ക്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടൊന്ന് സൂചിപ്പിച്ചത്, ആദ്യം അറിയേണ്ടത് നിങ്ങളതാണ്, എന്നിട്ട് നിങ്ങൾ പോകാവുള്ളൂ കഥയിലേക്ക്. അപ്പോൾ എന്തായാലും ആദ്യമായി നമുക്കൊരു കഥ എങ്ങനെ എഴുതാം, ഒരു സിനിമയ്ക്ക് കഥ എങ്ങനെ എഴുതാം, അത് എങ്ങനെ തിരക്കഥയാക്കാം, അതിനെങ്ങനെ സംഭാഷണം കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗൂഗിളിനോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഒരു മൂവി എഴുതാം, മൂവിയുടെ തിരക്കഥ എഴുതാം അല്ലെങ്കിൽ കഥ എഴുതാം എന്നുള്ളത്. സിനിമയ്ക്ക് കഥയെഴുതി തിരക്കഥയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് കൃത്യമായ ഒരു വഴിയോ നിയമങ്ങളോ ഇല്ലെങ്കിലും സാധാരണയായി പിന്തുടരുന്ന ചില ഘട്ടങ്ങളും രീതികളുമുണ്ട്. കഥയെഴുതുന്നു. ആദ്യം വേണ്ടത് ഒരു കഥയാണ്. ഒരു സിനിമയുടെ അടിസ്ഥാനശില കഥയാണ്. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ മനസ്സിലെ ഒരു ആശയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതോ കേട്ടതോ വായിച്ചതോ ആയ ഒരു സംഭവമായിരിക്കാം. ആശയം കണ്ടെത്തുക. എന്താണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കഥ? ആരെക്കുറിച്ചാണ്? എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഒരു പ്രാഥമിക ഉത്തരം കണ്ടെത്തുക. കഥാപാത്രങ്ങളെ രൂപീകരിക്കുക. നിങ്ങളുടെ കഥയിലെ നായകനും വില്ലനും മറ്റു പ്രധാന കഥാപാത്രങ്ങളും ആരാണ്? അവരുടെ സ്വഭാവ സവിശേഷതകൾ, ഭൂതകാലം, ലക്ഷ്യങ്ങൾ, ഭയങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. അവർക്ക് പ്രേക്ഷകരുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ കഴിയണം. പ്ലോട്ട് വികസിപ്പിക്കുക. കഥയുടെ തുടക്കം, മധ്യഭാഗം, ഒടുക്കം എന്നിവയെക്കുറിച്ച് ഒരു ഏകദേശ രൂപമുണ്ടാക്കുക. കഥാപാത്രങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, അവയെ എങ്ങനെ മറികടക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. പ്രധാന സംഭവങ്ങൾ, പ്ലോട്ട് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക. കഥയെ വികസിപ്പിക്കുന്നു. സിനോപ്സിസ്, ട്രീറ്റ്മെന്റ്.
നിങ്ങളുടെ കഥയെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണം ഉണ്ടാക്കുക. ഇത് സിനോപ്സിസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്നൊക്കെ അറിയപ്പെടും. സിനോപ്സിസ് 1-2 പേജിൽ കഥയുടെ ചുരുക്കം, പ്രധാന കഥാപാത്രങ്ങൾ, പ്രധാന സംഭവങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ച് എഴുതുക. ട്രീറ്റ്മെന്റ് ഇത് സിനോപ്സിസിനേക്കാൾ വിശദമാണ്. ഏകദേശം 10 മുതൽ 20 വരെ പേജിൽ ഓരോ രംഗത്തെക്കുറിച്ചും അതിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വിശദമായി എഴുതുക. ഇവിടെ സംഭാഷണങ്ങൾ ഉണ്ടാകില്ല, പക്ഷേ രംഗത്തിലെ വികാരങ്ങൾ, കഥാപാത്രങ്ങളുടെ പ്രവൃത്തികൾ എന്നിവയെക്കുറിച്ച് വിവരിക്കും. തിരക്കഥയെഴുത്ത്, സ്ക്രീൻപ്ലേ ഇതാണ് സിനിമയുടെ യഥാർത്ഥ ബ്ലൂ പ്രിന്റ്. ഇവിടെയാണ് നിങ്ങളുടെ കഥ ദൃശ്യങ്ങളായി മാറുന്നത്. ഫോർമാറ്റ് മനസ്സിലാക്കുക. തിരക്കഥയ്ക്കൊരു പ്രത്യേക ഫോർമാറ്റുണ്ട്. സാധാരണയായി സ്ക്രീൻപ്ലേ സോഫ്റ്റ്വെയറുകൾ, ഉദാഹരണത്തിന് സെൽടെക്സ്, ഫൈനൽ ഡ്രാഫ്റ്റ്, റൈറ്റർ ഡ്യുവറ്റ് ഉപയോഗിച്ച് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. സീൻ ഹെഡിംഗ് ഓരോ രംഗത്തിന്റെയും തുടക്കത്തിൽ ഇതുണ്ടാകും. ഉദാഹരണത്തിന് INT വീട് പകൽ ബൈ EXT, റോഡ് രാത്രി ഇന്റ്. എന്നാൽ ഇന്റീരിയർ അകത്ത് EXT, എന്നാൽ എക്സ്റ്റീരിയർ പുറത്ത് എന്നതിനെ സൂചിപ്പിക്കുന്നു. ആക്ഷൻ രംഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, കഥാപാത്രങ്ങളുടെ പ്രവൃത്തികൾ, സ്ഥലത്തെക്കുറിച്ചുള്ള വിവരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് വർത്തമാനകാലത്തിലാണ് എഴുതേണ്ടത്. കഥാപാത്രത്തിന്റെ പേര്, ക്യാരക്ടർ നെയിം, സംഭാഷണത്തിന് തൊട്ടുമുമ്പ് മധ്യഭാഗത്തായി വലിയ അക്ഷരങ്ങളിൽ കഥാപാത്രത്തിന്റെ പേര് എഴുതുക. സംഭാഷണം, ഡയലോഗ് കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗുകൾ. പാരന്തറ്റിക്കൽ സംഭാഷണത്തിന് മുമ്പോ ശേഷമോ ബ്രാക്കറ്റിൽ എഴുതുന്ന ചെറിയ നിർദ്ദേശങ്ങൾ. ഉദാഹരണത്തിന് ചിരിച്ചുകൊണ്ട് ദേഷ്യത്തിൽ. രംഗങ്ങളായി തിരിക്കുക. ഓരോ സംഭവത്തെയും ഓരോ രംഗമാക്കി മാറ്റുക. ഒരു രംഗം ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും നടക്കുന്നതാണ്. സംഭാഷണങ്ങൾ എഴുതുക. കഥാപാത്രങ്ങൾ പറയുന്ന സംഭാഷണങ്ങൾ സ്വാഭാവികവും അവരുടെ സ്വഭാവത്തിന് അനുയോജ്യവുമാകണം. അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രധാന വിവരങ്ങൾ മാത്രം, സിനിമയിൽ കാണിക്കുന്നതും കേൾപ്പിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം തിരക്കഥയിൽ എഴുതുക. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ എഴുതിപ്പിടിപ്പിക്കരുത്. ഒന്നിലധികം ഡ്രാഫ്റ്റുകൾ. ആദ്യ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയ ശേഷം അത് വീണ്ടും വായിച്ച് മാറ്റങ്ങൾ വരുത്തുക. സംഭാഷണങ്ങൾ മെച്ചപ്പെടുത്തുക. രംഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. താളം ശരിയാക്കുക. പലപ്പോഴും ഒരു തിരക്കഥയ്ക്ക് ഒന്നിലധികം ഡ്രാഫ്റ്റുകൾ വേണ്ടിവരും. തിരക്കഥ പൂർത്തിയാക്കുന്നു. തിരുത്തലുകൾ തിരക്കഥ എഴുതിക്കഴിഞ്ഞാൽ ഒരു ഇടവേളയെടുത്ത് വീണ്ടും വായിക്കുക. തെറ്റുകൾ തിരുത്തുക. ഒഴുക്ക് മെച്ചപ്പെടുത്തുക. ഫീഡ്ബാക്ക് സുഹൃത്തുക്കളെക്കൊണ്ടോ വിശ്വസ്തരായ മറ്റുള്ളവരെക്കൊണ്ടോ വായിപ്പിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കുക. ക്രിയാത്മകമായ വിമർശനങ്ങൾ സ്വീകരിക്കുക. രജിസ്റ്റർ ചെയ്യുക. തിരക്കഥ പൂർത്തിയാക്കിയ ശേഷം അത് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കും. കേരളത്തിൽ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ പോലുള്ള സംഘടനകളിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റുകൾ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വലുത്. തീർച്ചയായിട്ടും വീഡിയോ ചെയ്യണമെങ്കിലും ഇനിയുള്ള ഓരോ കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചാനലിനെ നിലനിർത്തിയെങ്കിൽ മാത്രമേ ഇത് വളരുകയുള്ളൂ. ഒട്ടും മടിക്കാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒക്കെ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം വളരെ തുച്ഛമായ ആൾക്കാരാണ് ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നത്. ആസ്വദിക്കാനും കഴിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ കാണുമെങ്കിലും സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, ക്യാമറ എഡിറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള വളരെ തുച്ഛമായ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടാറില്ല. അപ്പോൾ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനൊക്കെ ഉള്ളൂ. ഞാൻ ചെറിയൊരു ഡയറക്ടറാണ്, ചെറിയൊരു എഡിറ്ററാണ്, അതേപോലെ എൻ്റെ ഒരു റൈറ്ററാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറേ എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. എല്ലാവർക്കും സ്നേഹം, സന്തോഷം.